വെൽക്കം ടു യൂണിവേഴ്സൽ യൂട്യൂബ് ചാനൽ. യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ഒക്ടോബർ 6 നടക്കുന്ന എനിക്ക് ആവശ്യമുള്ള മാത്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം. Aruna has only ₹1 and ₹2 coins with her. If the total number of coins that she has is 50 and the amount of money with her is ₹75, then the number of ₹1 and ₹2 coins are respectively. Options ആയിട്ടുള്ളത് 35 ഉണ്ട്, 15. ഓപ്ഷൻ ബി 35 and 20, ഓപ്ഷൻ സി 15 and 35, ഓപ്ഷൻ ഡി 25 and 25. ഇതൊരു ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അരുൺ ഹാസ് ₹1. ലെറ്റ് എക്സ് എന്ന് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തു, ₹1 കോയിൻ ആക്കി എടുത്തു. ലെറ്റ് എക്സ് ബി ₹1 കോയിൻ, ₹1 കോയിൻ, ₹1 കോയിനും. അതുപോലെ തന്നെ ലെറ്റ് വൈ ബി ദ എക്സ് ബി ദ നമ്പർ ഓഫ് ₹1 കോയിൻ. Let x be the number of ₹1 coin. Number of ₹1 coin. Then y be the number of ₹2 coin. And then has ₹1 and ₹2 coins with her. If the total number of coins that she has is 50 and അപ്പോൾ എക്സും വൈയും കൂടി കൂട്ടി കഴിഞ്ഞാൽ 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Question number 1. She has 50 and the amount of money with her is ₹75. അതായത് എക്സ് റുപ്പീൻ്റെ, അതായത് ₹1 എക്സ് കോയിൻസ്, അപ്പോൾ 1 into x പ്ലസ് 2 into y ആണ് 75 എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് നമ്പർ ഓഫ് ₹1 കോയിനും പ്ലസ് ടു റുപ്പീസിന്റെ y നമ്പറും കൂടി ആഡ് ചെയ്താൽ കൂട്ടിക്കഴിഞ്ഞാൽ ₹75 പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ നമ്പർ ഓഫ് ₹1 and ₹2 കോയിൻസ് ആർ റെസ്പെക്റ്റീവ്ലി. ഇതൊരു ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളാണ്. സോൾവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷൻ 2 ഇക്വേഷൻ 1 ഒന്ന് മൈനസ് ചെയ്ത് നോക്കി. 2 1 മൈനസ് ചെയ്താൽ 2y മൈനസ് y, y ഈക്വൽ ടു 25 എന്ന് വരും. ആ y ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ 25 പ്ലസ് y ആണ് എന്താവാ, അഥവാ എക്സ് പ്ലസ് അല്ലേ, എക്സും 25 എന്ന് വരും അല്ലേ. എക്സ് പ്ലസ് 25 ഈക്വൽ ടു 50 ആണ്. സോ എക്സ് ഈക്വൽ ടു 50 മൈനസ് 25 അഥവാ 25 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 25, വൈ ഈക്വൽ 25. ദാറ്റ് മീൻസ് ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് അരുണ എന്ന് പറഞ്ഞ കുട്ടിയുടെ കയ്യിൽ ₹1 25 കോയിൻസും ഉണ്ട്, അതേപോലെ തന്നെ ₹2 25 കോയിൻ ഉണ്ട്. അങ്ങനെയാണ് ₹2 25 കോയിൻ 2 into 25 ₹50, മറ്റേത് ₹25 ആകുമ്പോൾ ടോട്ടൽ ₹75 ആവും. അതാണ് ഈ കണ്ടീഷൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നെ അടുത്തൊരു ക്വസ്റ്റൻ. പെയർ ഓഫ് ലീനിയർ വിച്ച് ഹാസ് എ യൂണീക് സൊല്യൂഷൻ. യൂണീക് സൊല്യൂഷൻ എന്ന് ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ആ സൊല്യൂഷൻ എക്സ് ഈക്വൽ 2ഉം വൈ ഈക്വൽ ടു -3. അപ്പോൾ ഓപ്ഷൻ എലിമിനേഷൻ നല്ലത്. ഓരോന്നിലും ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓപ്ഷൻ എയിൽ എക്സിന് ഞാൻ 2 ഇട്ട് കൊടുത്താൽ 2 പ്ലസ് വൈന് -3. അപ്പൊ 2 പ്ലസ് 3 ഈക്വൽ ടു -1. 2 പ്ലസ് 3 ഈക്വൽ ടു -1. അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 2x പ്ലസ് 5, എക്സിന് 2 ഇട്ട് കൊടുത്താൽ 2 into 2 പ്ലസ് 5 into -3, 4 minus 15, that is -11. അത് ട്രൂ ആണ്. അതേപോലെ തന്നെ 4 into 2 പ്ലസ് 10 into -3, -30യും -30, 4 into 2ഉം y മൈനസ് 4 into 2 4 into 8ഉം പിന്നെ -10 into -3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 10 into -3 -30. -30 എന്ന് പറയുമ്പോൾ -30 പ്ലസ് 8 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് -22. അപ്പോൾ അത് ശരിയാവുന്നുണ്ട്, ബി കറക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ സി ചെക്ക് ചെയ്ത് നോക്കിയാലേ, സി ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എക്സിന് 2 ഇട്ട് കൊടുത്തു. എക്സിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 into 2 മൈനസ് 2 into 2 മൈനസ് ആരായിരുന്നു 2 into 2, അതേപോലെ തന്നെ മൈനസ് അപ്പോൾ +3 എന്ന് പറഞ്ഞത് 4 + 3 എന്ന് പറഞ്ഞത് 1 ആവില്ല. മീൻസ് സി അല്ല. ഡി ചെക്ക് ചെയ്ത് നോക്കിയാലേ എക്സ് -4y, എക്സിന് ഞാൻ എന്ത് ചെയ്തു 2 ഇട്ട് കൊടുത്തു. ഇപ്പൊ 2 - 4 into -3
ദാറ്റ് മീൻസ് 12 മൈനസ് 14 ഈക്വൽ ടു 0. അത് ശരിയാണ്. അത് തന്നെ 5 ഇൻറ്റു 2 മൈനസ് മൈനസ് ദാറ്റ് ഈസ് പ്ലസ് 3 മൈനസ് 13 ഈക്വൽ ടു 0. അതും റെഡിയാണ്. അപ്പൊ എനിക്ക് ഏതൊക്കെ ആവാൻ സാധ്യതയില്ല? എയും സിയും ആവാൻ സാധ്യതയില്ല, ബിയോ ഡിയോ ആവാൻ സാധ്യതയുള്ളൂ. പക്ഷെ ശ്രദ്ധിക്കണം, ഇവിടെ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിന് യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ട് ലൈൻസ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിരുന്നെങ്കിൽ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഫസ്റ്റത്തെ ലൈന് L1 എന്ന് പറഞ്ഞാൽ A1x പ്ലസ് B1y പ്ലസ് C1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനും, L2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് A2x പ്ലസ് B2y പ്ലസ് C2 ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ, അഥവാ A1 ബൈ A2 ഈക്വൽ ടു A1 ബൈ A2 നോട്ട് ഈക്വൽ ടു B1 ബൈ B2 ആണെങ്കിലാണ് അതിന് യുണീക്ക് സൊല്യൂഷൻ വരിക, അഥവാ ഇന്റർസെക്റ്റിംഗ് ആവാം. യുണീക്ക് സൊല്യൂഷൻ അഥവാ ഇന്റർസെക്റ്റിംഗ് ആവാം. A1 ബൈ A2 ഈക്വൽ ടു B1 ബൈ B2 ആണെങ്കിൽ നോ സൊല്യൂഷനാണ് വരിക. കാരണം പാരലാണ് വരിക, ലൈൻസ് പാരലായിരിക്കും സിറ്റുവേഷൻ. ഇനി A1 ബൈ A2 ഈക്വൽ ടു B1 ബൈ B2 ഈക്വൽ ടു C1 ബൈ C2 ആണെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനാണ് വരിക. അപ്പൊ ആ ലൈൻസ് കോയിൻസിഡന്റ് ലൈൻസ് എന്ന് വിളിക്കും. കോയിൻസിഡന്റ് ലൈൻസ് എന്നാണ് പറയാം. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമുക്ക് നോക്കിയേ, ഇപ്പൊ ബിയും ഡിയും നമുക്ക് നോക്കിയോ, ബിയും ഡിയിലും ചെക്ക് ചെയ്യുമ്പോൾ അത് ബി എന്ന് പറഞ്ഞതിൽ നമ്മൾ 2/4 തന്നെയാണ് 5/10. അത് തന്നെയാണ് മൈനസ് 11 ബൈ ആ മൈനസ് 11 കൊണ്ട് എടുത്താൽ 11/22. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ കോയിൻസിഡന്റ് ലൈൻസ് ആണ്. സോ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവും, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. കോയിൻസിഡന്റ് ലൈൻസ് ആണത്. അപ്പൊ ഏതാ ഓപ്ഷൻ മക്കളെ? ഡി ആണ് ആൻസർ. ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ് ഡി കറക്റ്റ് ആൻസർ ആവാൻ കാരണം? ഡി ആവാൻ കാരണം എന്താ വെച്ചാൽ എക്സ് മൈനസ് 4y മൈനസ് 14 ഈക്വൽ ടു 0യും അതേപോലെ തന്നെ ആരാ ഉള്ളത്? 5x മൈനസ് y മൈനസ് 13 ആണ്. 5x മൈനസ് y മൈനസ് 13 ഈക്വൽ ടു 0 ആണെങ്കിൽ 1/5 നോട്ട് ഈക്വൽ ടു മൈനസ് 4/-1 ആണ്. അപ്പോൾ ഇതെന്താണ്? യുണീക്ക് സൊല്യൂഷൻ ആണ്. ഈ പറഞ്ഞ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും മക്കളെ? ഈ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ നമുക്കത് ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. അല്ലാണ്ട് ഓപ്ഷൻ ട്രൈ ചെയ്യുമ്പോൾ അതുകൊണ്ട് രണ്ടിലെ ഓപ്ഷന് ബി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വർക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, കാരണം അത് കോയിൻസിഡന്റ് ലൈൻ ആകുമ്പോൾ ആ പോയിന്റ് രണ്ട് ലൈനിലുള്ളതായിരിക്കും ആ പോയിന്റ്. ഗ്രാഫിക്കലി പെയർ ഓഫ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ തിയറി തന്നെയാണ് അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് ലൈൻ ഏതൊക്കെയാണ്? 6x മൈനസ് 3y പ്ലസ് 10 ഈക്വൽ ടു 0യും 2x മൈനസ് y പ്ലസ് 9 ഈക്വൽ ടു 0 ആണ്. അപ്പൊ 6/2 തന്നെയാണ് മൈനസ് 3/-1 നോട്ട് ഈക്വൽ ടു 10/9. ദാറ്റ് മീൻസ് 3 ഈക്വൽ ടു 3/-3 അല്ലല്ലോ, 3/-1 അല്ലേ? മൈനസ് 3/-1, 3 ഈക്വൽ ടു 3 നോട്ട് ഈക്വൽ ടു അല്ലേ? അപ്പൊ ഇത് ഈക്വൽ ആണ് അല്ലേ? ഇവിടെ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/, അല്ലെ A1/A2 നോട്ട് ഈക്വൽ ടു A1/A2 ഈക്വൽ ടു B1/B2. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ലൈൻസ്? ആ ലൈൻസ് പാരലൽ ആയിട്ടുള്ള ലൈൻസാ. നോ സൊല്യൂഷൻ ആണ്. പാരലൽ ലൈൻസ്, രണ്ട് ലൈൻസ് ഇങ്ങനെയാണ്, അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഡി ആണ് കറക്റ്റ് ആൻസർ. ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 14ാമത് എന്താ? സൈഡ് ഫേസ് ഓഫ് എ പിരമിഡ് ആണ് വെച്ചാൽ പിരമിഡിന്റെ സൈഡ് ഫേസസുകൾ. പിരമിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡ് ഫേസസ് എന്ന് പറയുമ്പോൾ പിരമിഡിന്റെ സൈഡ് ഫേസസ് അതൊരു ട്രയാങ്കിൾ ആയിരിക്കും. പിരമിഡിന്റെ സൈഡ് ഫേസസ് എന്ന് പറയുമ്പോൾ
അത് ട്രയാങ്കിൾ ആയിരിക്കും. പിരമിഡിന്റെ സൈഡ് ഫേസസിലും ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് എ ആണ് ആൻസർ. സൈഡ് ഫേസ് ഓഫ് പിരമിഡ്, ഓരോ ഫേസസും പിരമിഡിന്റെ ഓരോ സൈഡ് ഫേസസും ട്രയാങ്കിൾ ആയിരിക്കും. അതുപോലെ ബൗണ്ടറീസ് ഓഫ് സർഫസ് ആർ ബൗണ്ടറീസ് ഓഫ് സർഫസുകളുടെ ബൗണ്ടറീസ് എപ്പോഴും കർവുകളായിരിക്കും. നമ്മൾ പഠിച്ചതായിരിക്കും, കർവ്സ് ആണ്. ബൗണ്ടറീസ് ഓഫ് സർഫസ് ആർ ഓൾവേസ് കർവ്സ് ആയിരിക്കും. 16-ാമത്തെ ദിവസം നോക്കാം. നമ്പർ ഓഫ് പ്ലാങ്ക്സ് ഓഫ് ദ ഡയമെൻഷൻസ് 4 meter into 50 centimeter into 20 centimeter that can be stored in a pit which is 60 meter long, 12 meter wide and 4 meter deep. അപ്പം ആ പിറ്റിന്റെ മൊത്തം വോളിയം എത്ര നോക്കിയിട്ട് ആ പ്ലാങ്കിന്റെ വോളിയം ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് പ്ലാങ്ക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ നമ്പർ ഓഫ് പ്ലാങ്ക്സ് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് പ്ലാങ്ക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? വോളിയം ഓഫ് പിറ്റ് ബൈ വോളിയം ഓഫ് 1 പ്ലാങ്ക് ചെയ്താൽ മതി. സോ വോളിയം ഓഫ് പിറ്റ് കാണാൻ, വോളിയം ഓഫ് പിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വോളിയം L ഇൻറ്റു B ഇൻറ്റു H ആ. അപ്പോൾ ഡയമെൻഷൻ 16 മീറ്റർ ഇൻറ്റു 12 ഇൻറ്റു 4 ആണ്. അതുപോലെ വോളിയം ഓഫ് 1 പ്ലാങ്ക്, വോളിയം ഓഫ് 1 പ്ലാങ്ക് എത്രയാണെന്ന് വെച്ചാൽ 1 പ്ലാങ്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ ഇൻറ്റു 50 സെൻറ്റിമീറ്ററാണ്. നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അപ്പം 50 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.5 മീറ്ററാണ്. 0.5 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.2 മീറ്ററാണ്. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് പ്ലാങ്ക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്ലാങ്ക്സ് കണ്ടുപിടിക്കാൻ that is equal to 16 into 12 into 4 divide by 4 into 0.5 into 0.2 ആണ്. ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. 0.5 എന്ന് പറയുമ്പം നമുക്കറിയാം ദാറ്റ് ഈസ് 1/2 ആണ്. 0.2 എന്ന് പറയുമ്പം 1/5 ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെറുതാക്കിയിരുന്നെങ്കിൽ ഇത് 5 into 2 അഥവാ 10 ആണ്. അപ്പോൾ 100 16 into 12 into 100/5 into 2 10 വരും. അപ്പോൾ കട്ട് ചെയ്തിരുന്നെങ്കിൽ 16 into 12 എന്ന് പറയുമ്പോൾ 192 വരും. 192 into 10 എന്ന് പറയുമ്പോൾ 1920 ആയിരിക്കും. ദാറ്റ് മീൻസ് 1920 ആയിരിക്കും. ഈ ആണ് കറക്റ്റ് ആൻസർ. അതായത് നമ്പർ ഓഫ് പ്ലാങ്ക്സ് എത്ര വെച്ചാൽ 1920 പ്ലാങ്ക്സ് ആ പറഞ്ഞ പിറ്റിനകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ സ്കൂൾ പ്രൊവൈഡ്സ് മിൽക്ക് ടു ദ സ്റ്റുഡൻറ് ഡെയിലി ഇൻ എ സിലിണ്ടറിക്കൽ ഗ്ലാസസ് ഓഫ് ഡയമീറ്റർ 7 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ തന്നത് എത്രയായിരുന്നു മക്കളെ? 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ D/2 ആണ്, അഥവാ 7/2 ആണ്. ദ ഗ്ലാസ് ഈസ് ഫിൽഡ് വിത്ത് മിൽക്ക് അപ് ടു എൻ ഹൈറ്റ് ഓഫ് H 12 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് നീഡഡ് ടു സെർവ് 1600 സ്റ്റുഡൻസ്. അപ്പം ഒരു ഗ്ലാസിന്റെ വോളിയം ചെക്ക് ചെയ്താൽ വോളിയം ഓഫ് 1 ഗ്ലാസ് എത്ര ആയിരിക്കും? വോളിയം ഓഫ് 1 ഗ്ലാസ് ഈക്വൽ ടു πr² H ആണ്. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr² H ആണ്. പൈ എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു R എത്ര മക്കളെ? R എന്ന് പറഞ്ഞ വാല്യൂ ദാറ്റ് ഈസ് 7/2 സ്ക്വയർ ആണ്. 7/2 സ്ക്വയർ ഇൻറ്റു H 12 ആണ്. സോ വോളിയം ഈക്വൽ ടു എന്തായി മാറി? 22/7 ഇൻറ്റു 7 സ്ക്വയർ. 7 ഇൻറ്റു 7/2 ഇൻറ്റു 2 ഇൻറ്റു 12 ആണ്. ഈ 7ഉം 7ഉം കട്ട് ചെയ്യും. ഈ 2 ഇതും കട്ട് ചെയ്താൽ 11 ആവും. ഈ 2 ഇതും കട്ട് ചെയ്യുമ്പോൾ 6 ആവും. സോ 11 ഇൻറ്റു 7 ഇൻറ്റു 6 ആണ്. ദാറ്റ് ഈസ് 462 എന്ന് വരും. 462 വരും അല്ലേ? 462. ഇനി ഇതാണ് നമുക്ക് 462 എന്ന് കിട്ടി. ഇത്രയും എന്താണ്? സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പം 1600 പേർക്ക് എത്ര വോളിയം ആണെന്ന് വെച്ചാൽ, സോ വോളിയം
So total volume for volume of milk എന്ന് പറഞ്ഞത് volume of milk that is 1600 into എന്തായിരിക്കും 1600 പേർക്ക് കൊടുക്കണം into 462 ആയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 7392 739200 462 ഇൻറ്റു 16 ചെയ്യുമ്പോൾ 7392 വരും ഇൻറ്റു 00 ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് വരും. പക്ഷെ നമുക്ക് അറിയേണ്ടത് 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞത് 1 ലിറ്റർ ആണ്. അപ്പോൾ ഇതിന് ഞാൻ ടോട്ടൽ വോളിയം ഇൻ ലിറ്ററിലാണ് നമുക്ക് ആവശ്യം. ടോട്ടൽ വോളിയം ഇൻ ലിറ്റർ, വോളിയം ഓഫ് മിൽക്ക് ഇൻ ലിറ്റർ ആണ്, മിൽക്ക് ഇൻ ലിറ്റർ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ വാല്യൂനെ 1000 സെന്റിമീറ്റർ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 1000 ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് 739.2 ലിറ്റർ എന്ന് കിട്ടും. 739.2 ലിറ്റർ. ദാറ്റ് മീൻസ് ബി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഏതായിരിക്കും മക്കളെ? ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സ്റ്റോറേജ് ടാങ്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ക്യൂബ്. വെൻ ഇറ്റ് ഈസ് ഫുൾ ഓഫ് വാട്ടർ, ദ വോളിയം ഓഫ് വാട്ടർ ഈസ് 15.625 മീറ്റർ ക്യൂബ്. The present depth of water is 1.3 meter. Find the volume of water already used from the tank. ആക്ച്വലി ഈ സ്റ്റോറേജ് ടാങ്കിന്റെ വോളിയം എന്ന് പറഞ്ഞത് അത് ഒരു ഫോം ഓഫ് എ ക്യൂബ് ആണ്. ക്യൂബ് ആകുമ്പോൾ വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുമ്പോൾ സൈഡ് ക്യൂബ് അഥവാ എക്സ് ക്യൂബ് ആണ്. ഒരു സൈഡ്, ലെറ്റ് എക്സ് ബി ദ സൈഡ് ഓഫ് ദ ക്യൂബ്. എക്സ് എന്ന് പറഞ്ഞത് സൈഡ് ഓഫ് ദ ക്യൂബ് ആണെന്ന് ഇരിക്കാം, സൈഡ് ഓഫ് ദ ക്യൂബ്. സോ ഫുൾ ഓഫ് വാട്ടർ ആകുമ്പോൾ അതിന്റെ വോളിയം 15.625. അപ്പോൾ 15.625 മീറ്റർ ക്യൂബ് ആണ്, ദാറ്റ് ഈസ് എക്സ് ക്യൂബ്. അപ്പോൾ 15.625 മീറ്റർ ക്യൂബ് ആണ് എക്സ് ക്യൂബ് എങ്കിൽ ആ 15.625 എന്ന് പറഞ്ഞാൽ 2.5 ഇൻറ്റു 2.5 ഇൻറ്റു 2.5 ആണ് 15.625. അപ്പോൾ എക്സിന്റെ വില 2.5 മീറ്റർ ആണെന്ന് മനസ്സിലാവും. അതായത് ആ ക്യൂബിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 2.5 മീറ്റർ ആണെന്ന് മനസ്സിലായി. ഇഫ് ദ പ്രസന്റ് ഡെപ്ത് ഓഫ് ദ വാട്ടർ ഈസ് 1.3 മീറ്റർ. Find the volume of water already used from the tank. അപ്പോൾ പ്രസന്റ് ഡെപ്ത് എത്രയാണ്? പ്രസന്റ് വോളിയം എന്തായിരിക്കും? പ്രസന്റ് വോളിയം എന്ന് പറയുമ്പോൾ ഓഫ് ദ ടാങ്ക് ആണെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ഒരു ക്യൂബോയിഡിന്റെ ഷേപ്പ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും വോളിയം വരാം. അപ്പം ലെങ്ത് 2.5 ആയിരിക്കും, ബ്രെഡ്ത്ത് 2.5 ആയിരിക്കും, പക്ഷെ ഹൈറ്റ് അഥവാ നമ്മളെ ഡെപ്ത് എന്ന് പറയുന്നത് 1.3 ആയതുകൊണ്ട് 1.3 ആയിരിക്കും. സോ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും? ദാറ്റ് മീൻസ് ഈ വാല്യൂ 2.5 ഇൻറ്റു 2.6 എത്ര ആയിരിക്കും? 25. 6.25 ഇൻറ്റു 1.3 ആണ്. 6.25 ഇൻറ്റു 1.23 കാൽക്കുലേറ്റ് 1.3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും മക്കളെ? 8.125 വരും. 8.125 ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8.125 ആണ് വരിക, അത്രയും മീറ്റർ ക്യൂബ്. സോ find the volume of water already used. അപ്പോൾ പ്രസന്റ് വോളിയം ഇതാണ്. സോ പ്രസന്റ് വോളിയം ആണ് 8.125 മീറ്റർ ക്യൂബ് എങ്കിൽ നമ്മളെ വോളിയം ഓഫ് വാട്ടർ ഓൾറെഡി യൂസ്ഡ്, വോളിയം ഓഫ് വാട്ടർ യൂസ്ഡ്, വാട്ടർ ഓൾറെഡി യൂസ്ഡ് കാണാൻ, വാട്ടർ ഓൾറെഡി യൂസ്ഡ് കണ്ടുപിടിക്കാൻ ടോട്ടൽ വോളിയം, അതായത് വോളിയം ഓഫ് സ്റ്റോറേജ് ടാങ്കിന്റെ വോളിയം മൈനസ് എന്ത് ചെയ്താൽ മതി? ഈ മൈനസ് 15.625 മീറ്റർ ക്യൂബിൽ നിന്ന് ഏത് മൈനസ് ചെയ്താൽ മതി? 8.125 മൈനസ് ചെയ്താൽ മതി. 8.125 മൈനസ് ചെയ്താൽ ആൻസർ എത്ര വരും മക്കളെ? ദാറ്റ് വിൽ ബി 7 എത്ര വരും? 7.5 മീറ്റർ ക്യൂബ് വരും. 7.5 മീറ്റർ ക്യൂബ്. ഏതായിരിക്കും ഓപ്ഷൻ മക്കളെ? കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? കറക്റ്റ് ഓപ്ഷൻ വിൽ ബി B ആണ് ആൻസർ. 7.5 മീറ്റർ ക്യൂബ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ അടുത്ത് നോക്കി നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മെഡിസിൻ ക്യാപ്സ്യൂൾ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 0.5 സെന്റിമീറ്റർ വിത്ത് 2 ഹെമിസ്ഫിയർ സ്റ്റക്ക് ടു ഈച്ച് അതർ ഓഫ് ഇറ്റ്സ് എൻഡ്സ്. ദ ലെങ്ത് ഓഫ് ദ എൻറ്റയർ ക്യാപ്സ്യൂൾ ഈസ് 2 സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് ദ എൻറ്റയർ ക്യാപ്സ്യൂൾ ഈസ് 2 സെന്റിമീറ്റർ. ദ കപ്പാസിറ്റി ഓഫ് ദ ക്യാപ്സ്യൂൾ ഈസ്, ഈ മൊത്തം ക്യാപ്സ്യൂളിന്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് മെഡിസിൻ ക്യാപ്സ്യൂൾ ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ.
ഓഫ് ഡയമീറ്റർ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ആ ക്യാപ്സ്യൂളിന്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഒരു സിലിണ്ടറും അത് ഈ ഒരു ഷേപ്പ് അല്ലേ വരിക. ഒരു ക്യാപ്സ്യൂൾ ഷേപ്പ് ഉണ്ടാവും. ഈ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. അതിൽ മക്കളെ ഈ ഒരു ഷേപ്പിൽ ഇതൊരു ഹെമിസ്ഫിയർ ആണ്, ഇതൊരു സിലിണ്ടർ ആണ്, ഇത് ഹെമിസ്ഫിയർ ആണ്, ഹെമിസ്ഫിയർ, ഇതും ഹെമിസ്ഫിയർ ആണ്, സിലിണ്ടർ ആണിത്, സിലിണ്ടർ. ഇതിനൊക്കെ റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ. ഇതിന്റെ റേഡിയസ് എത്രയായിരുന്നു ഒന്ന്? മെഡിസിൻ ക്യാപ്സ്യൂൾ ഇൻ ദ ഷേപ്പ് ഓഫ് സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 0.5 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 0.5 മീറ്റർ, ഇതിന്റെ ഡയമീറ്റർ 0.5 ആണ് നിൽക്ക്, ഇത് 0.5 എന്നാണ് പറഞ്ഞത്, 0.5 മീറ്റർ. ഡയമീറ്റർ 0.5 ആവുമ്പം 0.5 സെന്റിമീറ്റർ ആവുമ്പോൾ റേഡിയസ് 0.25 ആയിരിക്കും, 0.25 സെന്റിമീറ്റർ. റേഡിയസ് 0.25 സെന്റിമീറ്റർ. അപ്പോൾ ഇത് 0.25 ആയിരിക്കും, ഇത് 0.25 ആയിരിക്കും, ഇതും 0.25 ആയിരിക്കും. ഈ മൊത്തം ലെങ്ത് ഓഫ് ദ എൻറ്റയർ ക്യാപ്സ്യൂൾ ഇസ് 2 സെന്റിമീറ്റർ. അപ്പോൾ ഇത് 1.5 ആയിരിക്കും, ഇത് 1.5 ആയിരിക്കും. എൻറ്റയർ 1.5 സെന്റിമീറ്റർ ആയിരിക്കും, 1.5 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ ആയിരിക്കും ഇത്. The length of entire capsule, the capacity of the capsule. കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വോളിയാണ്. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ വോളിയം എത്ര? 2/3 πr³ പ്ലസ് ഇതിന്റെ വോളിയം πr²h. അടുത്ത ഹെമിസ്ഫിയറിന്റെ വോളിയം 2/3 πr³. അപ്പൊ 2/3, അപ്പൊ പൈ എല്ലായിടത്തും പുറത്തെടുക്കാം, പൈ പുറത്തെടുക്കാം. 2/3 ഇൻറ്റു ആർ എന്തായിരുന്നു? 0.25ന്റെ 0.25, ആറും പുറത്തെടുക്കാം അല്ലേ. 0.25 2/3 πr³ 2/3 πr³ നമുക്ക് 4/3 πr³ ചെയ്താലോ അല്ലേ. വോളിയം എന്ന് പറഞ്ഞത് 4/3 πr³, വോളിയം എന്ന് പറഞ്ഞത് 4/3 πr³ പ്ലസ് πr²h. അപ്പൊ വോളിയം എന്ന് പറയുമ്പോൾ പൈ പുറത്തെടുത്തിരുന്നെങ്കിൽ 4/3 ഇൻറ്റു r³ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് 0.25ന്റെ ക്യൂബ് പ്ലസ് r², 0.25ന്റെ സ്ക്വയർ ഇൻറ്റു h ആരാ മക്കളെ? എച്ചിന്റെ വില എത്രയായിരുന്നു? ഹൈറ്റ് ഓഫ് ദ ക്യാപ്സ്യൂൾ 1.5 സെന്റിമീറ്റർ ആണ്. ഈ വാല്യൂസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തു? അതിൽ കൊടുത്തു. കാരണം ഈ റേഡിയസ് തന്നെയാണ് 0.25 ആയിട്ട് വന്നത്. അപ്പോൾ അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വോളിയം വിൽ ബി 22/7 ഇൻറ്റു 0.25 സ്ക്വയർ ഇൻറ്റു 4/3, 0.25 സ്ക്വയർ ഇൻറ്റു 4/3. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ 0.25 സ്ക്വയർ ഇൻറ്റു 1.5 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.0208 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതേപോലെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.09375 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം മക്കളെ. അപ്പോൾ ആൻസർ വരിക 22/7 ഇൻറ്റു നമ്മളെ ഈ വാല്യൂ ഫൈനൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ ദാറ്റ് ഈസ് 0.36 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. 0.36 സെന്റിമീറ്റർ ക്യൂബ് അപ്രോക്സിമേറ്റ്ലി വരും. സോ ഏത് ആൻസർ വരും മക്കളെ? എ ആയിരിക്കും, 0.36 സെന്റിമീറ്റർ ക്യൂബ്, അഥവാ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആംഗിൾസ് ഓഫ് ദ ട്രയാംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ 2:4:3. ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് ദ ട്രയാംഗിൾ ആണ് ചോദിച്ചത്. ഓപ്ഷൻസ് 60 ഡിഗ്രി ഉണ്ട്, ഓപ്ഷൻ ബി 40 ഡിഗ്രി, ഓപ്ഷൻ സി 80 ഡിഗ്രി, ഓപ്ഷൻ ഡി 20 ഡിഗ്രിയാണ്. അപ്പോൾ റേഷ്യോ 2:4:3 ആണ്. ലെറ്റ് ദ ആംഗിൾസ് ആരായിട്ട് എടുത്തു? 2x, 4x, 3x. റേഷ്യോ 2:4:3 ആയതുകൊണ്ട് റേഷ്യോ
2:4:3 ആണ്. ഇനി ട്രയാങ്കിളിന്റെ ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ മൊത്തം കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് 2x + 4x + 3x ആഡ് ചെയ്തിരുന്നെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പം 6 + 9x ആണ് 180 ഡിഗ്രി. ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുമ്പോൾ മക്കളെ 20 ഡിഗ്രി ആയിരിക്കും വരിക. സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ലെറ്റ് 2x എന്ന് പറഞ്ഞത് 2x ബി ദ സ്മോളസ്റ്റ് ആംഗിൾ. 2x ബി ദ സ്മോളസ്റ്റ്. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 × 20 അഥവാ 40 ഡിഗ്രി ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ബി എന്ന് പറഞ്ഞത് 40 ഡിഗ്രി ആയിരിക്കും സ്മോളസ്റ്റ് ആംഗിൾ. ഓക്കെ, ഈ പറഞ്ഞ ട്രയാങ്കിൾ ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ UTSCയുടെ മോഡൽ ക്വസ്റ്റ്യൻസുകൾ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എക്സാം എല്ലാവരും നല്ലോണം ഉഷാറാക്കി എഴുതുക. ഓൾ ദി ബെസ്റ്റ്.